ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ ഹാവൽസിൻ്റെ ഒരു മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സ്റ്റേജിലാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇതായിരിക്കും ഈ സ്വിച്ച് ബോർഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് സൈഡിലുണ്ട്. നമ്മളത് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇന്നർ പ്ലേറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് കളറിലുള്ള ഇന്നർ പ്ലേറ്റ് വരുന്നുണ്ട്. ആ പ്ലേറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മുടെ സ്വിച്ചും സോക്കറ്റുകളും റെഗുലേറ്റർ അതുപോലെ തന്നെ എല്ലാം അതിൻ്റെ അകത്താണ് ഇടുന്നത്. അതിനുശേഷം എക്സ്ട്രാ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിൻ്റെ ഫിനിഷിംഗ് വർക്ക് പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്തുള്ള കേസ് ഇടുന്നത്. അങ്ങനെ ഇട്ടാൽ മാത്രമേ നമുക്കത് പോറലില്ലാതെ അതിൻ്റെ ഗ്ലേസിങ് നമുക്ക് എപ്പോഴും അതിൻ്റെ ഫീലിംഗ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന ലെവൽ. അതായത് ഭിത്തിയിൽ നിന്ന് ഓവറായിട്ട് പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നീറ്റായിട്ടിരിക്കും. ഇതാണ് ഞാൻ ആ പറഞ്ഞ ബ്ലാക്ക് പ്ലേറ്റ് വരുന്നത്. ഈ പ്ലേറ്റ് നമുക്ക് ഈ പറയുന്ന ഫ്രണ്ടിൽ നിന്നുള്ള ലോക്ക് ഊരി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിലാണ് നമ്മുടെ സ്വിച്ചുകൾ വരുന്നത്. സ്വിച്ചുകൾ മോഡുലാർ ടൈപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് പ്രസ്സിംഗ് ആണ് വരുന്നത്. പണ്ടത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മൾ സ്ക്രൂ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എല്ലാം തന്നെ ലോക്ക് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ലോക്ക് പല മോഡൽസ് വരുന്നുണ്ട്. ഹാവൽസിന് പല മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ മോഡൽസിനും ഓരോ ടൈപ്പ് ലോക്കുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ പ്ലേറ്റുകളും എല്ലാത്തിനും സൂട്ടാവില്ല. ആ ലോക്ക് വരുന്ന മോഡലിനുള്ള ആ സ്വിച്ചുകൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്ലേറ്റുകൾ സൂട്ടാവുള്ളൂ. അപ്പോൾ സെയിം മോഡൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മളിപ്പോൾ 18 മോഡുകളുടെ ബോക്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ റെഗുലേറ്ററുകൾ 2 വേ സ്വിച്ച്, 1 വേ സ്വിച്ച്, പിന്നെ 2 മോഡ്യൂളിൻ്റെ റെഗുലേറ്റർ, 1 മോഡ്യൂളിൻ്റെ റെഗുലേറ്റർ, ഇതെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യാനുസരണം സ്വിച്ചുകളും ലീഡുകളുടെ അതായത് ലൈറ്റുകളുടെയൊക്കെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ്. 2 വേ സ്വിച്ച് 2 ആരോ മാർക്ക് ചെയ്തിരിക്കുന്ന സ്വിച്ചാണ് 2 വേ സ്വിച്ച് വരുന്നത്. പിന്നെ 1 മോഡ്യൂളിൻ്റെ ഫാൻ്റെ റെഗുലേറ്റർ കാണിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് 2 മോഡ്യൂളിൻ്റെ റെഗുലേറ്റർ കാണിച്ചിട്ടുണ്ട്. ഇത് കണക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻസ് നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അത്യാവശ്യം കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിതാണ് ഞാൻ പറഞ്ഞ പ്ലേറ്റ് വരുന്നത്. അതിനുശേഷം നമ്മൾ ആ പ്ലേറ്റിൽ നമ്മൾ സ്വിച്ച് കാര്യങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ എവിടെയാണോ ഉറപ്പിക്കേണ്ടത് ഉറപ്പിച്ചതിന് ശേഷം ഏറ്റവും ഫ്രണ്ടിലെ പ്ലേറ്റ് വരുന്നത് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല രീതിയിൽ അവൈലബിൾ ആണ്. 17 രൂപ തൊട്ട് നമുക്ക് മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ നാക്കിൽ അവൈലബിൾ ആണ്. ഹാവൽസ് കൂടാതെ തന്നെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. ഹൈഫൈ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെഗ്രാൻഡ് വരുന്നുണ്ട്, കർവ് വരുന്നുണ്ട്. അങ്ങനെ പല മോഡൽസും വരുന്നുണ്ട്. അതായത് ഗോൾഡ് മെഡൽ, അതുപോലെ തന്നെ GMൻ്റെ സ്വിച്ചുകൾ, അങ്ങനെ ഒരുപാട് മോഡൽസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈപ്പ് കണ്ടോ, ഇത് ഇൻഡിക്കേറ്റർ കൂടി വരുന്നതാണ്. അതായത് 16 ആംപിയർ സ്വിച്ചിന് വരുന്നതാണ്. 16 ആംപിയറിൻ്റെ സോക്കറ്റ് അതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ സ്വിച്ചാണ്. അത്യാവശ്യം ഹീറ്റർ, അതുപോലെ തന്നെ മിക്സി, അതുപോലെ തന്നെ പവർ പ്ലഗ്, പിന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ, ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് പവർ പ്ലഗ് ആവശ്യമായിട്ട്. ഇതിപ്പുറത്ത് കാണുന്നത് 1 വേ, അതൊരു 10 ആംപിയർ അല്ലെങ്കിൽ 6 ആംപിയർ മാക്സിമം കിട്ടുന്ന സോക്കറ്റാണ്. ഇത് നമ്മൾ 2 വേ സ്വിച്ച് ആദ്യത്തെ 2 റെഗുലേറ്റർ, 2 1 വേ സ്വിച്ച്, 4 1 വേ സ്വിച്ച്, അതിനുശേഷം വീണ്ടും ഒരു 2 വേ സ്വിച്ച്. അപ്പോൾ നമ്മൾ മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻസ് ഒക്കെ വരുന്ന സ്വിച്ചുകളും നമ്മൾ ഈ ബോർഡുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകളാണ് നമ്മളിപ്പോൾ കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17 രൂപ തൊട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എത്ര സ്വിച്ചുകൾ വേണം, എത്ര റേറ്റുള്ള സ്വിച്ചുകൾ വേണമെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഒരു പുഷ് ടൈപ്പ് വരുന്നുണ്ട്. ഇനി വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പ് സ്വിച്ചുകൾ വരുന്നുണ്ട്. എല്ലാ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അവൈലബിലിറ്റി, അതായത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ചുകൾ വാങ്ങിച്ച് മാറ്റിയിടാനുള്ള രീതിയിലുള്ള സ്വിച്ചുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വീണ്ടും നമ്മളത് ഓർഡർ ചെയ്ത് വരുന്നൊരു കാലതാമസം ഉണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ ചാൻസ് ഉള്ളൂ. അതുകൂടാതെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.